നമ്മൾക്ക് യോജിക്കുന്നത് ആരാണോ, നമുക്ക് വൈബ്, നമുക്കിത് മുന്നോട്ട് പോകണോ, ഇത് ലാസ്റ്റ് ചെയ്യും. കാരണം അങ്ങനത്തെ ഒരു വ്യക്തി വരുന്നേ, അങ്ങനെ ഒരു വ്യക്തിയേ ഉള്ളൂ വേൾഡിലുണ്ട്. പക്ഷെ നമ്മൾ അതിന് പോലും കാത്തു നിൽക്കാണ്ട് അയ്യോ എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണം, എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ ആരുടെങ്കിലും കല്യാണം കഴിഞ്ഞത് കൊണ്ടോ, എനിക്കൊരു പങ്കാളി വേണമെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആരെങ്കിലൊക്കെ പറഞ്ഞു, വീട്ടുകാർ പറയണു കല്യാണത്തിന് നിർബന്ധിക്കണു, നാട്ടുകാർ പറയണു കല്യാണത്തിന്, ഇതിനൊന്നും വേണ്ടി കല്യാണം കഴിക്കാൻ പാടില്ല. അതാണ് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. നമ്മൾ എപ്പോഴും നമ്മൾക്ക് സമയമായാൽ നമുക്ക് ചേരുന്ന സെയിം വൈബായിട്ട് ഒരാളാണെന്ന് എല്ലാ അർത്ഥത്തിലും തോന്നിയാൽ സമയമെടുത്ത് ചിന്തിച്ച് തന്നെയാണ് വിവാഹം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ. കാരണം ഇറ്റ്സ് നോട്ട് ഈസി ടു എന്താ പറയുക, ഈ ഡിവോഴ്സിലേക്കൊക്കെ പോവാന്ന് പറയുന്ന കാര്യങ്ങൾ ഭയങ്കര ഒരുപാട് കുറേ കാലം കഴിഞ്ഞുള്ള ആളുകളുടെ കഥയല്ല പറയുന്നത്. ഇത് തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്കും ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. നമ്മൾ ഹാപ്പി ആയിരിക്കണം, രണ്ടുപേര് ഹാപ്പി ആയിരിക്കണം. രണ്ടുപേർക്ക് ഹാപ്പി ആയില്ല എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് തന്നെ പിരിയുക, അതും ഒരു ബഹുമാനമാണ്.